തിരുവനന്തപുരത്തെ ആനേറയിലാണ് ഷീലയും ഭർത്താവ് വിധുവും താമസിച്ചിരുന്നത്. ഷീലയ്ക്ക് 58 വയസ്സും വിധുവിന് 64 വയസ്സുമുണ്ട്. വിധു മുമ്പ് പട്ടാളത്തിലായിരുന്നു. ഇപ്പോൾ സർവീസിൽ നിന്നും വിരമിച്ച് ഭാര്യയ്ക്കൊപ്പം നാട്ടിലാണ്. ഷീലയ്ക്കും വിധുവിനും 3 മക്കളാണുള്ളത്. മക്കള് പഠിത്തവും ജോലിയുമൊക്കെ ആയിട്ട് വിദേശത്തും നോർത്ത് ഇന്ത്യയിലൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ വിധുവും ഷീലയും മാത്രമാണുള്ളത്. വലിയ വീട്, നല്ല സാമ്പത്തികം, മനസമാധാനം, സന്തോഷം എല്ലാം വേണ്ടുവോളം ഉള്ള ഒരു കുടുംബം. വിധുവിന് ഭാര്യ ഷീല എന്ന് വച്ച ജീവനാണ്. ഷീലയ്ക്കും ഭർത്താവിനെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ പോകവെയാണ് ഒരു ദിവസം ഷീലയ്ക്ക് തീരെ വയ്യാണ്ടാവുന്നത്. ആ ഒരു വയ്യായ്മ അവരാദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല. പോകെ പോകെ ശരീരത്തിന് ആകെ ക്ഷീണവും ഒരു ബലക്കുറവും ഒക്കെ പോലെയായി. ഷീലയെ ഇവർ താമസിക്കുന്ന വീടിനടുത്തുള്ള കിംസ് ആശുപത്രിയിലേക്ക് വിധു കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പരിശോധനകൾക്കൊടുവിൽ ഡോക്ടർ പറഞ്ഞു, ഷീലയ്ക്ക് പാർക്കിൻസൺ എന്ന രോഗമാണ്. ഇത് തുടക്കത്തിലേ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നാണ്. പാർക്കിൻസൺ എന്ന രോഗം എല്ലാവർക്കും അറിയാമല്ലോ. അത് വന്നാൽ ശരീരം വിറയൽ, ചലനശേഷിയില്ലായ്മ, ഒരു മന്ദഗതിയാവൽ, ബാലൻസ് നഷ്ടപ്പെടൽ ഒക്കെയാണ് ഉണ്ടാവുന്നത്. സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ വിധുവും കുടുംബവും നല്ല ട്രീറ്റ്മെൻറ്റാണ് ഷീലയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ തുടക്കാവസ്ഥയിൽ രോഗം കണ്ടുപിടിച്ച് കാര്യമായ ചികിത്സയൊക്കെ കൊടുത്തിട്ടും ഷീലയുടെ സ്ഥിതി വഷളായിക്കൊണ്ടിരുന്നു. മക്കളൊക്കെ ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വന്നു നിന്ന് അമ്മയെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അധികം താമസിയാതെ ഷീല പിന്നീട് കിടപ്പരോഗിയായി മാറുകയാണ്. പരസഹായമില്ലാതെ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. കിടന്ന കിടക്കയെ തന്നെ ഒന്നും രണ്ടും എല്ലാം പോകുന്ന ഒരു അവസ്ഥ. അത് ഈ രോഗത്തിൻ്റെ പല സ്റ്റേജിൽ കൂടെ വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പോകവെയാണ് വിധുവും മക്കളും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ഷീലയുടെ ദേഹത്ത് കടിച്ച പോലെയുള്ള ചില പാടുകളും കരിവാളിപ്പും ഒക്കെ രാവിലെ നോക്കുമ്പോൾ തെളിഞ്ഞു കിടക്കും. ഇത് എന്താണെന്ന് ഷീലയ്ക്കും അറിയില്ല. ഒടുവിൽ മക്കളും വിധുവും ചേർന്ന് ഇത് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായിട്ട് മക്കൾ ഒരു ചെറിയ ക്യാമറ അമ്മ കിടക്കുന്ന മുറിയിൽ ഘടിപ്പിക്കുകയാണ്. ആ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം പിന്നീട് ഈ മക്കളും വിധുവും കണ്ട് ഞെട്ടിപ്പോയി. എന്തായിരിക്കും ഷീലയുടെ ആ മുറിയിൽ സംഭവിച്ചു കൊണ്ടിരുന്ന കാര്യം? ഇത് കണ്ട് മക്കളും വിധുവും പിന്നീട് എന്താണ് ചെയ്തത്? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഹൈപ്പും തരൂ. കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഈ കിടപ്പിലാവുന്നതിന് മുമ്പൊക്കെ ഷീല കൊച്ചുകുട്ട എന്ന് നീട്ടി വിളിക്കുമ്പോൾ വിളിപ്പുറത്ത് തന്നെ അയാളുണ്ടാവും. വിധു പട്ടാളത്തിൽ നിന്നുമൊക്കെ വിരമിച്ച് നാട്ടിൽ വന്ന കാലം. അയാൾ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ വിധു. ധാരാളം സ്വത്തും വകയൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് ഇതൊക്കെ നോക്കി നടത്താൻ ജോലിക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഷീലയ്ക്ക് പോലും അറിയില്ല എവിടെയൊക്കെ എന്തൊക്കെ വിധു വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നും. പ്രായത്തിൻ്റെ ഒരു മനസ്സല്ല ഈ വിധുവിൻ്റേത്. വിധുവിന് പ്രായം ഒരു നമ്പർ മാത്രമാണ്. ചെറുപ്പക്കാരുടെ ഇളം മനസ്സും ചുറുചുറുക്കുമാണ് അയാൾക്ക്. പൈസ ഉള്ളതുകൊണ്ട് തന്നെ ആർഭാടമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കലാണ് വിധുവിൻ്റെ പരിപാടി. അതിനൊന്നും ഷീല എതിരല്ല. പക്ഷേ വിധുവിൻ്റെ ഒരു സ്വഭാവത്തിന് അവർ എതിരാവുകയാണ്. സ്ത്രീ വിഷയത്തിൽ പല സ്ത്രീകളുമായിട്ട് വിധുവിൻ്റെ കണക്ഷൻ അറിഞ്ഞ ഷീല ഇത് വച്ച് പൊറുപ്പിക്കാൻ തയ്യാറായില്ല. ഏത് ഭാര്യയായാലും ചെയ്യില്ല. അതുതന്നെയാണ് അവരും ചെയ്തത്. അവരിതിനെ കർശനമായിട്ട് വിലക്കുകയാണ്. അവർ പല പ്രാവശ്യം ഭർത്താവിന് താക്കീത് കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ അയാൾ ഉപദേശിക്കാൻ വരുന്ന ഭാര്യയുമായിട്ട് വഴക്കിടുക മാത്രമല്ല, ആ സ്ത്രീയെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. പട്ടാളത്തിൽ നിന്നും ലീവിന് നാട്ടിൽ വരുമ്പോഴൊന്നും ഷീല ഭർത്താവിൻ്റെ ഈ ഒരു സ്വഭാവത്തെപ്പറ്റി അറിഞ്ഞിരുന്നില്ല. കാരണം കുറച്ച് മാസങ്ങളിലത്തേക്ക് വരും. ഇവരതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്നാൽ എല്ലാം മതിയാക്കി സ്ഥിരമായിട്ട് ഒപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ സ്ത്രീക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചത്. ആദ്യം കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിലായിരുന്നു ഷീല. കാരണം മക്കൾ ഇതൊക്കെ അറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേടാണ് അവരന്ന് ചിന്തിച്ചത്. അവരുടെ ആ ഒരു മക്കൾക്ക് ഉണ്ടാകുന്ന നാണക്കേട് ചിന്തിച്ച് കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിലുള്ള ആ കണ്ണടയ്ക്കലാണ് വിധു എന്ന ഈ 64-കാരന് വളമായത് എന്ന് തന്നെ പറയാം. അയാൾ അത് നന്നായിട്ട് മുതലാക്കുകയാണ്. ദിവസം ചെല്ലുന്തോറും പെണ്ണ് വിഷയത്തിൽ വിധു ചെറുപ്പക്കാരെ പോലും തോൽപ്പിക്കുന്ന ഒരുത്തനായി മാറുന്നത് ഷീല ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷമാണ് ആ സ്ത്രീ ഇത് പ്രതികരിക്കാൻ തുടങ്ങിയത്. പുറത്തു പോയിട്ട് അന്യ സ്ത്രീകളുമായി അഴിഞ്ഞാടിയിരുന്ന വിധു ഭാര്യ വിലക്കിയതോടെ
ഇവർ താമസിക്കുന്ന വീടിന് കുറച്ചപ്പുറത്തുള്ള, അതായത് ഇവരുടെ തന്നെ അടച്ചിട്ടിരിക്കുന്ന മറ്റൊരു വീട്ടിലേക്ക് പല സ്ത്രീകളെയും കൊണ്ടുവരാൻ തുടങ്ങി. രാത്രിയെന്നില്ല പകലെന്നില്ലാതെ പെണ്ണുങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരലും ആഘോഷിക്കലും ഒക്കെ പതിവായി മാറുകയാണ്. ഷീലയും വിധുവും തമ്മിലുള്ള ഒരു വലിയ വഴക്ക് അവിടെ തുടങ്ങി. ഇവരുടെ പണിക്കാർ തന്നെ പലരും വിധുവിനോട് ഇത് മോശമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അയാൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ആ ജീവിതത്തിനിടയിലാണ് ഷീല ഒരു രോഗിയായി മാറുന്നത്. കാര്യങ്ങളൊന്നും അറിയാതിരുന്ന മക്കളുടെ മുന്നിൽ നല്ലവനായ അച്ഛനും ഭർത്താവും ഒക്കെയായിരുന്നു വിധു. അയാൾ നന്നായിട്ട് അഭിനയിച്ചിരുന്നു. മക്കൾക്കറിയാവുന്ന അച്ഛനുള്ള ഒരേ ഒരു ദുശീലം എന്തെന്നാൽ പെൻഷൻ വാങ്ങാൻ പോകുമ്പോൾ കിട്ടുന്ന മിലിറ്ററി കുപ്പിയിലുള്ള അച്ഛൻ്റെ കമ്പം മാത്രമാണ്. ഷീലയുടെ അവസ്ഥ ട്രീറ്റ്മെൻറ്റിലൂടെയും പരിചരണത്തിലൂടെയും തുടക്കമായതുകൊണ്ട് നന്നായിട്ട് ഭേദമാകുമെന്ന് ഡോക്ടേഴ്സ് ഗ്യാരണ്ടി പറഞ്ഞിരുന്നു. എന്നാൽ എന്ത് ചികിത്സ കിട്ടിയിട്ടും അസുഖം വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് ഉത്തരവാദി വിധു തന്നെയായിരുന്നു. അയാളുടെ പ്രവൃത്തികളും മറ്റും അപ്പോഴും ഷീല ഇങ്ങനെ ചോദ്യം ചെയ്തിരുന്നു. സുഖമില്ലാത്ത ആ സ്ത്രീയെ അയാൾ അപ്പോഴും ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണ്. ഇതിനെല്ലാം സാക്ഷി ആ കൊച്ചുകുട്ടനാണ്. ഏതസുഖത്തിനും മരുന്നിനേക്കാളും പ്രധാനം മനസമാധാനമാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഒരു മരുന്നും ഫലിക്കില്ല എന്ന് പറയും പോലെയായി ഷീലയുടെ കാര്യങ്ങൾ. ഒടുവിൽ ഷീല കിടപ്പിലുമായി. കിടന്ന കിടപ്പിൽ അവർ വിധുവിൻ്റെ തെറ്റുകൾ അപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. ഇയാൾക്കാണെങ്കിൽ ഇപ്പോൾ ഭാര്യയോട് കടുത്ത വിരോധമാണ്. ഒരു ശത്രുവിനെ പോലെയാണ് ഭാര്യയെ കാണുന്നത്. കിടക്കപ്പായിൽ കിടന്നും തന്നെ ചോദ്യം ചെയ്യുന്ന ഭാര്യയെ അയാൾക്ക് ശരിക്കു പറഞ്ഞാൽ മടുത്തു. അവളെ ഒന്ന് ഒഴിവാക്കിയാൽ മതി എന്നൊരു ചിന്തയായിരുന്നു പിന്നീട്. മാത്രമല്ല വിധുവിന് മറ്റൊരു ടെൻഷനും കൂടിയുണ്ട്. ഇതുവരെയും മക്കളോട് തൻ്റെ പ്രവൃത്തികളെപ്പറ്റിയൊന്നും ഈ ഭാര്യ പറഞ്ഞിട്ടില്ല. അത് അയാൾക്കറിയാം. എന്നാൽ അത് സംഭവിക്കുന്നത് അത്ര വിദൂരത്തിലല്ല എന്നും അയാൾക്കറിയാം. എന്നാലും അസുഖം വഷളായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാര്യയുടെ കാര്യത്തിന് ഉടനെ തീരുമാനമാകും എന്നൊരു പ്രതീക്ഷ ഈ പട്ടാളക്കാരൻ ഭർത്താവിനുണ്ട്. നാളുകളും ആഴ്ചകളും ഒക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇപ്പോൾ വിധുവിന് ഒരു കടുത്ത പ്രണയം. പലവളുമാരിൽ നിന്നും ഒരുവളോട്. ആ ചെറുപ്പക്കാരി കാമുകി മാത്രം മതി തനിക്കിനി എന്ന് തോന്നുകയാണ് വിധുവിന്. അവൾക്ക് വേണ്ടിയിട്ട് സമയവും പൈസയും എല്ലാം ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിടപ്പ് രോഗിയായി കിടക്കുന്ന ഭാര്യ കാണുക തന്നെ ഈ വിധു ആ പുത്തൻ കാമുകിയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി. ആ സമയത്താണ് ഈ മക്കളൊക്കെ അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് എത്തുന്നത്. മക്കൾ വരുന്ന വിവരം അറിഞ്ഞ വിധു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു അച്ഛൻ്റെ ഭർത്താവിൻ്റെ മുഖംമൂടിയൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. പക്ഷെ അമ്മയ്ക്ക് ചികിത്സ ഒന്നും ഫലപ്പെടാതെ തീരെ മോശമാകുന്നത് കണ്ട മക്കൾക്ക് ആകെ ടെൻഷനായി. ഒടുവിൽ കൊച്ചുകുട്ടനുമായുള്ള ചില സംസാരത്തിൻ്റെ ഇടയ്ക്ക് അയാളുടെ വായിൽ നിന്നും വിധുവിൻ്റെ കയ്യിലിരിപ്പ് വീഴുകയാണ്. പിന്നെ പറയേണ്ടതില്ലല്ലോ, എല്ലാ കാര്യങ്ങളും ഷീലയുടെ മക്കൾ പതിയെ കൊച്ചുകുട്ടനിൽ നിന്നും മനസ്സിലാക്കി. കൊച്ചുകുട്ടനെ മക്കളൊന്നും അറിയിക്കരുത് എന്ന് വിലക്കിയിരുന്നതും ഷീല തന്നെയാണ്. പിന്നീട് വിധുവില്ലാത്ത നേരം അമ്മയും മക്കളും തമ്മിൽ സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ എല്ലാം ഈ കുട്ടികൾക്ക് വ്യക്തമായി. അപ്പോഴാണ് ഷീലയുടെ ദേഹത്തുള്ള പല പാടുകളും കുട്ടികൾ കാണുന്നത്. കടിച്ചതുപോലത്തെ പാടുകൾ, കരിവാളിച്ച പാടുകൾ, അങ്ങനെ പലതും ഉണ്ട്. ഇത് വിധുവിനോട് ഇവർ ചോദിക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞത് ഇത് ഒരേ കിടപ്പ് കിടക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന പാടുകളാണ്, പിന്നെ മരുന്നിൻ്റെ ചില റിയാക്ഷനും ഒക്കെ ഉണ്ടാവാം എന്നാണ്. തെളിവോടെ ഇത് കണ്ടുപിടിക്കാനായിട്ട് തന്നെ ഈ മക്കൾ തീരുമാനിക്കുകയാണ്. വിധു അറിയാതെ ഒരു ചെറിയ ക്യാമറ അമ്മ കിടക്കുന്ന മുറിയിൽ ഇവർ ഘടിപ്പിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വിധു ആരുമില്ലാത്തപ്പം ഈ ഷീലയുമായിട്ട് വാക്കേറ്റം നടത്തുകയും ആ സ്ത്രീയെ വളരെ ക്രൂരമായിട്ട് ആ കിടപ്പിൽ തന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. ഇയാൾക്കറിയില്ല അവിടെ ക്യാമറയുണ്ടെന്നും. ഇയാൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അപ്പോഴും. ഇതൊന്നും താങ്ങാനാവാതെ അസുഖം കൂടി ആ സ്ത്രീ മരിക്കണം. ഒരിക്കൽ അസുഖബാധിതയായ ആ സ്ത്രീയുടെ ശരീരത്തിൽ അടിക്കുകയും ഒരു സൈക്കോ പെരുമാറും പോലെ അവരെ കടിക്കുകയും ഒക്കെ ഇയാൾ ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തത്. ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞതോടെ മക്കളതൊക്കെ ഇത് കണ്ട് ഞെട്ടിപ്പോവുകയാണ്. നേരാവണ്ണം സംസാരിക്കാൻ പോലും പറ്റാത്ത അമ്മയോട് കാട്ടിയ ക്രൂരത മക്കൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവർ വിധുവുമായിട്ട് നല്ലൊരു വഴക്കായി. അത് ഒരു അകലത്തിലോട്ടും പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മക്കൾക്ക് തിരിച്ചു പോകാൻ സമയമായി. അമ്മയെ ഇനി ഉപദ്രവിക്കരുതെന്ന ഒരു കർശന താക്കീതും അച്ഛന് നൽകിയാണ് 3 മക്കളും പോകുന്നത്.
എല്ലാ കാര്യങ്ങളും മക്കളോട് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ക്യാമറയൊക്കെ വച്ച് ദൃശ്യമൊക്കെ പകർത്താൻ ഇടയാക്കിയ ഷീലയോട് തീർത്താ തീരാത്ത പകയാണ് പിന്നെ വിധുവിന്. മക്കൾക്ക് മുന്നിൽ സകല ഇമേജും പോയി. ഇപ്പോൾ അവരുടെ ശത്രുവായി മാറിയതൊക്കെ അയാൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. അയാളൊരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. ഇതിൽ ഇയാൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഇവളെ ഈ കിടപ്പ് കിടക്കുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളും സംസാരവും ഒക്കെ ഉണ്ടായത്. ഇനി അത് വേണ്ട, അവൾ എന്നേക്കുമായി പോകട്ടെ. അയാൾ അത് മനസ്സിലുറപ്പിച്ചു. ഷീലയുടെ അന്ത്യം അയാൾ ഉറപ്പിച്ചു. 2024 സെപ്റ്റംബർ 26 അതൊരു ചൊവ്വാഴ്ച ദിവസമാണ്. അയാൾ മരുന്നിൻ്റെ മയക്കത്തിൽ കിടന്ന ഭാര്യയെ ഒരു തോർത്തുകൊണ്ട് കഴുത്തിന് മുറുക്കി കൊല്ലുകയാണ്. മരിച്ചെന്ന് ഉറപ്പായ ശേഷം വിധു അവിടെ കിടന്ന് വലിയ വായിൽ നിലവിളിക്കുകയാണ്, ഭാര്യ പോയെന്നും പറഞ്ഞിട്ട്. ആൾക്കാരൊക്കെ ഓടിക്കൂടി. വർഷങ്ങൾ കൊണ്ട് അസുഖബാധിതയായി കിടന്ന ഷീല മരിച്ചു. എല്ലാവരും അത്രയേ കരുതിയുള്ളൂ. മരിച്ച ദിവസമാണെങ്കിലും ഈ വിധു വാട്സപ്പിൽ ഭാര്യയും ഒന്നിച്ചുള്ള പല ഫോട്ടോസാണ് ഇങ്ങനെ സ്റ്റാറ്റസായി ഇടുന്നത്. ഇയാളുടെ വാട്സപ്പിൻ്റെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ തന്നെ ഭാര്യയുടേതാണ്. ഷീലയെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം അവർ തപ്പിത്തടഞ്ഞ് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ കട്ടിലിൽ തലയടിച്ച് വീണു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ അവരുടെ തല മനഃപൂർവ്വം ഇടിച്ച് പാടുമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. എല്ലാവരും ആ കഥ തന്നെ വിശ്വസിച്ചു. എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വീണു, കട്ടിലിൻ്റെ കാലിൽ തലയിടിച്ചു. പക്ഷേ ഷീലയുടെ മക്കളത് വിശ്വസിച്ചില്ല. കൊച്ചുകുട്ടനും മക്കളും പറഞ്ഞു, പോസ്റ്റ്മോർട്ടം ചെയ്യണം, ഇതിൽ സംശയമുണ്ടെന്നും. വിധു ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. എൻ്റെ ഭാര്യയുടെ ശരീരം കീറി മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയും ആ ശരീരം കീറി മുറിക്കുന്നത് ശരിയല്ല, അവൾ ഒരുപാട് വേദനകൾ സഹിച്ചവളാണ് എന്നും പറഞ്ഞ് അയാൾ ഒരൊറ്റ പിടിയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട എന്ന്. പക്ഷെ അതൊന്നും വില പോയില്ല. ഈ കഥകൾ മുഴുവനും ഈ പരസ്ത്രീ ബന്ധവും അമ്മയെ ഉപദ്രവിക്കുന്നതും സകലമായ കാര്യങ്ങളും മക്കൾക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ അവർ സംശയിച്ചതും അച്ഛനെ തന്നെയാണ്. അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പോലീസിനോട് പറയുകയാണ്. മാത്രമല്ല പല സംശയങ്ങളും അവർ പോലീസിനോട് പറയുകയാണ്. അങ്ങനെ ഒടുവിൽ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞു. ഷീലയുടെ മരണം കൊലപാതകമെന്ന് തെളിയുകയും ചെയ്തു. പക്ഷേ ഈ ഒരു വിധുവിലേക്ക് എത്താനുള്ള കാര്യമായ തെളിവൊന്നുമില്ല. അങ്ങനെ ഈ ഒരു കേസ് നടന്നു പോകവേ 5 മാസത്തെ അന്വേഷണത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധുവിനെ കഴക്കൂട്ടം സൈബർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ വിധു പറഞ്ഞത് ഇങ്ങനെയാണ്: കാമുകിയുമായി ജീവിക്കാൻ വേണ്ടി ഭാര്യ തടസ്സമായതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.